കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പോയിൻ്ററിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാമാണ്. ഹാഷ് ഇൻക്ലൂഡ് STD അഡോട്ടച്ച് കൊടുത്തിട്ടുണ്ട്, വോയിഡ് മെയിൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 3 ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾസ് കൊടുത്തു, എയും ബിയും സം എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ 2 പോയിൻ്റർ വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, സ്റ്റാർ പി എന്നും സ്റ്റാർ ക്യൂ എന്നും പറയുന്നത്. അതിൻ്റെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പിക്കകത്തിലേക്കും ക്യൂവിനകത്തിലേക്കും ഏതെങ്കിലും ഇൻറ്റിജർ വേരിയബിൾസിൻ്റെ അഡ്രസ്സിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കേസിൽ എയും ബിയും സം എന്ന് പറയുന്നതും 3 ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾസ് ആണ്. ഇതിൻ്റെ ഏതിൻ്റെ വേണമെങ്കിലും അഡ്രസ്സിനെ നമുക്ക് ഏതിനകത്ത് സ്റ്റോർ ചെയ്യാം, പിക്കകത്തിലും ക്യൂവിനകത്തിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നാൽ അത് ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കണം, പിക്കകത്തിൽ എന്താണ് അല്ലെങ്കിൽ ക്യൂവിനകത്തിൽ ഏതിൻ്റെ വേരിയബിളിനെയാണ് ഏത് വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പിക്കകത്തിൽ ഞാൻ ഹോൾഡ് ചെയ്യാൻ പോകുന്നത് എ എന്ന് പറയുന്ന ഇൻറ്റിജറിൻ്റെ അഡ്രസ്സിനെയാണ്. അതേപോലെ തന്നെ ക്യൂവിനകത്തിൽ ഹോൾഡ് ചെയ്യാൻ പോകുന്നത് ബി എന്ന് പറയുന്ന ഇൻറ്റിജറിൻ്റെ അഡ്രസ്സിനെയാണ്. അപ്പം 3 വേരിയബിൾ ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളും 2 പോയിൻ്റർ വേരിയബിളുമാണ്. പി എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ എ എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യും. ക്യൂ എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ ബി എന്ന് പറയുന്ന ഇൻറ്റിജറിൻ്റെ അഡ്രസ്സിനെയും ഹോൾഡ് ചെയ്യും. ഇനി ഞാൻ പറഞ്ഞു 2 നമ്പേഴ്സിനെ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. നമുക്കറിയാം അഡിഷൻ്റെ പ്രോഗ്രാമാണ്, അപ്പോൾ 2 നമ്പേഴ്സ് വേണം. നമുക്ക് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. 2 നമ്പേഴ്സിനെ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആ 2 നമ്പേഴ്സിനെ സ്കാനഫ് വഴിയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് പോയിൻ്റർ വേരിയബിളിനകത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നമുക്കല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ എഴുതുന്ന പോലെ ഇങ്ങനെയും എഴുതാം. പക്ഷേ ഇവിടെ ഡയറക്റ്റ് എങ്ങോട്ടായിരിക്കും നമ്മൾ വിളിക്കേണ്ടത്? ആ എ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ സ്കാനഫ് സാധാരണ യൂസ് ചെയ്യുന്നതല്ലേ, എ എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സിലേക്കായിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. എന്നാൽ ഇത് നമ്മൾ എങ്ങനെ കൊടുത്തിട്ടുണ്ട്? പി എന്ന് പറയുന്നത് നമുക്കറിയാം എയുടെ അഡ്രസ്സിനെയാണ് ഹോൾഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളിവിടെ പിക്കകത്തിലും ക്യൂവിനകത്തിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. വാല്യൂ ആയതുകൊണ്ടാണ് ഇവിടെ ആൻഡ് സിമ്പിൾ ഇല്ലാത്തത്. എന്നാൽ ഇവിടെ നമ്മൾ ആൻഡ് സിമ്പിൾ കൊടുക്കുന്നത് എന്താണ്? എയുടെ അഡ്രസ്സിൽ പോകണം അല്ലെങ്കിൽ ബിയുടെ അഡ്രസ്സിൽ പോകണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം പിയുടെ വാല്യൂ ആയിട്ടാണ് വേണ്ടുന്നത്. പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എയുടെ അഡ്രസ്സ് ആയിരിക്കും. ക്ലിയർ ആണോ? അതുകൊണ്ട് ഇങ്ങനെയാണ് പോയിൻ്റർ വേരിയബിളിനകത്തിലേക്ക് നമ്മൾ വാല്യൂസിനെ ഇനിഷ്യൽ ചെയ്തെടുക്കുന്നത്. സ്കാനഫ് വഴി കൊടുക്കുന്ന വാല്യൂസിന് ആൻഡ് സിമ്പിൾ ആവശ്യമില്ല. ഇനി സം എന്ന് പറയുന്നത് ഇൻറ്റിജർ വേരിയബിളാണ്. അത് ഏതിനെയൊക്കെ സം ചെയ്യണം? പിയെ ക്യൂവിനെയും, ഇത് ക്യൂ ആണ്. അപ്പോൾ പിയെ ക്യൂവിനെയും സം എന്ന് പറഞ്ഞ ഇൻറ്റിജർ വേരിയബിളിനകത്തിലേക്ക് സ്റ്റാർ പി പ്ലസ് സ്റ്റാർ ക്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിനകത്തിലെ വാല്യൂ എന്താണോ ആ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എയുടെ അഡ്രസ്സാണ് അല്ലേ. ആ അഡ്രസ്സിൽ ചെന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്താണോ അത് ഇവിടേക്ക് കൊണ്ടുവരും. സെയിം പ്രോസസ്സ് തന്നെയാണ് ക്യൂവിനകത്തിലും. സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിനകത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ എന്ന് പറയുന്നത് ആരുടെ അഡ്രസ്സാണ്? ബിയുടെ അഡ്രസ്സാണ്. ഈ അഡ്രസ്സിൽ കിടക്കുന്ന ഡേറ്റ എവിടെയാണോ അത് ബി എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോയി അതിനകത്ത് കിടക്കുന്ന ഡേറ്റയെ ഇങ്ങോട്ടും കൊണ്ടുവരും. എന്നിട്ട് ഈ 2 ഡേറ്റയും തമ്മിലാണ് ആഡ് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? സമ്മിനകത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ പ്രിൻറ്റ് സം. നമ്മൾ സമ്മിനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അറേ ഓഫ് പോയിൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പോയിൻ്ററും അറേയും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോഗ്രാമാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു അറേ ARR എന്ന് പറയുന്ന ഒരു അറേ, അതിൻ്റെ സൈസ് 5 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വാല്യൂസിനെ ഇനിഷ്യൽ ചെയ്ത് 5 വാല്യൂസിനെ ഇനിഷ്യൽ ചെയ്ത് കൊടുത്തു. ഒരു പോയിൻ്റർ വേരിയബിളിനെ യൂസ് ചെയ്തിട്ടുണ്ട്, PTR എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ. ഈ PTR ആരെ ഹോൾഡ് ചെയ്യുന്നു? അറേയെ ആണ് ഈ PTR അഡ്രസ്സ് ചെയ്യുന്നത്. ദെൻ ഒരു വേരിയബിളിനെ ഇനിഷ്യൽ ചെയ്തു, I എന്ന് പറയുന്ന വേരിയബിൾ. അത് ഫോർ ലൂപ്പിന് വേണ്ടിയിട്ടാണ്. ഫോർ ലൂപ്പിനെ വർക്ക് ചെയ്യിക്കുന്നു. ഫോർ ലൂപ്പിനകത്തിൽ 0th പൊസിഷനെ പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പ്രിൻറ്റ് ചെയ്യണം? ആദ്യമേ എലമെൻറ്റ്സ് %d എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ആണ്. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ എലമെൻറ്റ്സ് 0. ഇനി അടുത്ത %d എന്ന് പറഞ്ഞാൽ PTR ആണ്. PTR ഹോൾഡ് ചെയ്തിരിക്കുന്ന അറേ ആണ്. അറേയുടെ ഇനിഷ്യൽ വാല്യൂയിലേക്കായിരിക്കും നമ്മൾ എപ്പോഴും പോയിൻ്റർ പോകുന്നത്. ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0th പൊസിഷനാണ്. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 0 എന്ന്, അതുകൊണ്ടാണ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. 0th പൊസിഷന് ഏത് വാല്യൂ വരണമെന്നാണ്. നമുക്കറിയാം 0th പൊസിഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. 5 ഇവിടെ വരും. അപ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്? എലമെൻറ്റ്സ് 0 5 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 0th പൊസിഷനിൽ 5 എന്ന് പറയുന്ന വാല്യൂ. ദെൻ PTRനെ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം PTR ഇനിഷ്യൽ വാല്യൂ 0 ആണ്. പിന്നെ PTRനെ ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ
അടുത്ത വാല്യൂയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ PTR ഇൻക്രീസ് ചെയ്തു, പൊസിഷൻ എവിടെയായി മാറി? ഫസ്റ്റ് പൊസിഷനായി. ഇനി ഫോർ ലൂപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഫോർ ലൂപ്പിൽ തന്നെയാണ്. ഫോർ ലൂപ്പ് ഇൻക്രീസ് ചെയ്തു, 0-ൽ നിന്ന് 1 ആയി മാറി. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ എന്ത് വാല്യൂ വരും? 10 എന്ന് പറയുന്ന വാല്യൂ വരും. വീണ്ടും PTR ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് എവിടം വരെ? <5 എന്ന് പറയുന്നത് നമ്മുടെ 5 വാല്യൂസും പ്രിൻ്റ് ആവുന്നിടം വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പം അറേ ഓഫ് പോയിന്റർ എന്ന് പറഞ്ഞാൽ പോയിന്റർ നമ്മുടെ അറയെ ലൊക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഇതുകൂടാതെ ഫങ്ഷൻസിൻ്റെ പ്രോഗ്രാം, അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഞാൻ പറഞ്ഞു തന്നായിരുന്നു. സ്വാപ്പ് ടു നമ്പേഴ്സ് യൂസിങ് കോൾ ബൈ വാല്യൂ, അല്ലെങ്കിൽ റെഫറൻസ് എൻ്റെ പ്രോഗ്രാമും വാല്യൂവിനെ പാസ് ചെയ്യുന്ന പ്രോഗ്രാമായിരുന്നു. അതിൽ വാല്യൂവിനെ പാസ് ചെയ്യുന്ന പ്രോഗ്രാം ആയാലും റെഫറൻസിൻ്റെ പ്രോഗ്രാം ആയാലും രണ്ടും തന്നെ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന, പോയിന്റർ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതണം. ഓക്കെ.